ഹലോ, നമസ്കാരം. നോട്ട്ബുക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് പ്രിയ. സുന്ദരന്മാരും സുന്ദരിമാരും ആകാൻ ആഗ്രഹിക്കാത്തവരായിട്ട് ആരുമില്ല, അല്ലേ? യു ആർ വെരി ബ്യൂട്ടിഫുൾ, അല്ലെങ്കിൽ നീ വളരെ ഹാൻഡ്സം ആണ്, നിന്നെ കാണാൻ വളരെ ഭംഗിയാണ് എന്നൊക്കെയുള്ള കോംപ്ലിമെന്റ്സ് നമ്മൾ കേൾക്കാൻ ഒരുപാട് ആഗ്രഹിക്കുന്നവരാണ്. എന്നാൽ ഞാനാണ് ലോകത്തിലെ ഏറ്റവും വിരൂപയായ പെൺകുട്ടി എന്ന് സ്വയം പരിചയപ്പെടുത്തിയ ലിസി വലാസ്കയെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ. ഈ പേര് നിങ്ങളിൽ പലർക്കും പരിചിതമാണ്. എലിസബത്ത് ആൻ വെലാസ്കസ് എന്ന ഈ കുഞ്ഞിന്റെ പൂർണ്ണമായിട്ടുള്ള പേര്. ഈ കുഞ്ഞ് ജനിച്ചതിന് ശേഷം ഡോക്ടർമാർ അധികകാലം ജീവിച്ചിരിക്കുകയില്ല എന്ന് വിധി എഴുതി. കാരണം ഈ കുഞ്ഞിന് ഒരു അപൂർവ രോഗമുണ്ടായിരുന്നു, അപൂർവങ്ങളിൽ അപൂർവമായിട്ടുള്ള രോഗം. ഈ കുഞ്ഞിന്റെ ശരീരത്തിൽ കൊഴുപ്പ് തങ്ങി നിൽക്കത്തില്ല. ഇതായിരുന്നു ഈ കുഞ്ഞിന്റെ അസുഖം. ആകെക്കൂടെ ലോകത്തിൽ 2 പേർക്ക് മാത്രമേ ഈ ഒരു അസുഖം ബാധിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ കുഞ്ഞ് കൂടുതൽ കാലം ജീവിച്ചിരിക്കുകയില്ല എന്ന് ഡോക്ടർമാർ വിധി എഴുതി. എന്നാൽ ഈ മാതാപിതാക്കൾ ഈ കുഞ്ഞിനെ കൊല്ലുന്നതിനോ ഉപേക്ഷിക്കുന്നതിനോ ഒന്നും തയ്യാറായിരുന്നില്ല. അവർ വളർത്തുന്നതിന് തന്നെ തീരുമാനിച്ചു. ഈ കുഞ്ഞ് വളർന്നു വന്നതിന് ശേഷം സ്കൂളിൽ പോകുന്ന ഒരു സമയം, ഈ സ്കൂളിൽ പോകുന്ന സമയത്താണല്ലോ നമ്മളിലുള്ള കുറവുകളും അല്ലെങ്കിൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളും പല കാര്യങ്ങളും നമ്മൾ തിരിച്ചറിയുന്നത് സ്കൂൾ കാലഘട്ടത്തിൽ നിന്ന് തന്നെയാണ്. അപ്പോൾ നമ്മുടെ ഈ കുഞ്ഞു ലിസി സ്കൂളിൽ പോയിരുന്ന ഈ സമയം മറ്റുള്ള കുഞ്ഞുങ്ങളിൽ നിന്ന് ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു നോട്ടം ഈ കുഞ്ഞിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഈ കുഞ്ഞ് ഇവിടെന്താ ഇങ്ങനെ എന്നുള്ള രീതിക്ക് പലരും നോക്കുന്നത്. അപ്പോൾ ചിലവർ പേടിച്ചിട്ട്. അപ്പോൾ ഈ കുഞ്ഞിന് അപ്പം തന്നെ മനസ്സിലായി എന്തോ ഒരു വ്യത്യസ്തത മറ്റുള്ളവരിൽ നിന്നും തനിക്കുണ്ടെന്ന്. എങ്കിലും മറ്റുള്ള കുട്ടികളുമായിട്ട് സുഹൃത്തുക്കളാകുന്നതിനും സഹകരിക്കുന്നതിനും ഒക്കെ ലിസിക്ക് വളരെയധികം താല്പര്യമായിരുന്നു. അങ്ങനെ വർഷങ്ങൾ കുറെ കടന്നുപോയി. 17 വയസ്സായപ്പോൾ ഈ ലിസിക്ക് 17 വയസ്സായപ്പോൾ ഒരു വൈകുന്നേര സമയം നമ്മൾ സാധാരണ ചായയൊക്കെ കുടിച്ചിരിക്കില്ലേ, അപ്പോൾ അതുപോലെ ഒരു വൈകുന്നേര സമയം യൂട്യൂബിലേക്ക് ഈ കുഞ്ഞിന്റെ ശ്രദ്ധ പോവുകയാണ്. യൂട്യൂബ് വെറുതെ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കുക. അപ്പോഴേക്കും പെട്ടെന്ന് ഒരു വീഡിയോ ഈ കുഞ്ഞിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. അപ്പൊ അതിന്റെ തമ്പനയിൽ ഇങ്ങനെയായിരുന്നു, ലോകത്തിലെ ഏറ്റവും വിരൂപയായ പെൺകുട്ടി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഒരു കൗതുകം തോന്നി, അവളത് ക്ലിക്ക് ചെയ്ത് നോക്കി. എന്നാൽ അതിൽ കണ്ടത് അവളുടെ തന്നെ ഫോട്ടോ ആയിരുന്നു. ഏറ്റവും ഷോക്കായിട്ടുള്ള ഒരു നിമിഷമായിരുന്നു ലിസിക്ക് ഈ ഒരു സംഭവം എന്ന് പറയുന്നത്. അപ്പോൾ ഇവളത് കുറേ നേരം അതിലിരുന്ന് കണ്ടു, ഒരുപാട് വിഷമിച്ചു, ഒരുപാട് കരഞ്ഞു. ആ വീഡിയോയെക്കാളും അവളെ വേദനിപ്പിച്ച അതിൽ വന്നിരിക്കുന്ന ആയിരക്കണക്കിന് കമൻസുകളായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തിനാ ഈ കുട്ടി എന്തിനാ ജീവിച്ചിരിക്കുന്നത്, ഇവളുടെ അച്ഛനും അമ്മയും ഇവളെ ഒന്ന് കൊന്നു കളഞ്ഞൂടെ എന്ന് വരെയുള്ള വളരെ ക്രൂവലായിട്ടുള്ള കമൻറ്റുകൾ ആ ഒരു വീഡിയോയ്ക്ക് താഴെ വന്നിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം ഇവൾ കണ്ട് വളരെയധികം വിഷമിച്ച് കരഞ്ഞുകൊണ്ടേയിരുന്നു. ഈ വീഡിയോ വളരെയധികം വൈറലായി, സോഷ്യൽ മീഡിയയിൽ അന്ന് വളരെയധികം വൈറലായി. ഒരുപാട് പേര് കണ്ട ഒരു വീഡിയോ കൂടെയായിരുന്നു ഈ ലോകത്തിലെ ഏറ്റവും വിരൂപയായ പെൺകുട്ടി എന്ന് പറയുന്ന ടൈറ്റിലോടുകൂടെ വന്ന ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അതിനുശേഷം ഇവൾ പുറത്തിറങ്ങി നടക്കുമ്പോൾ എത്രയും ഈ ആൾക്കാർ കണ്ടിട്ട് പറയുന്നത് ഇതാ ആ കൊച്ച്, ഇതാ ആ വീഡിയോയിൽ കണ്ട കൊച്ച് എന്ന് പറഞ്ഞ് ഇവളെ നിരന്തരം ഇങ്ങനെ വളരെയധികം വിഷമപ്പെടുത്തിക്കൊണ്ടേയിരുന്നു. അങ്ങനെ ഒരിക്കൽ ലിസി തീരുമാനിച്ചു, എൻ്റെ ഈ എന്തുമാത്രം വികൃതമായ മുഖമാണ് എൻ്റെത് എന്ന് പറഞ്ഞാൽ ശരീരത്തിൽ ഒട്ടും ഫാറ്റ് ഇല്ലാതെ 29 kg കൂടുതൽ ഇവളുടെ ശരീരത്തിൽ ഫാറ്റ് നിലനിൽക്കത്തില്ല. മാത്രമല്ല അവളുടെ വലത് കണ്ണിന് ഒരു പൂർണ്ണമായിട്ടും കാഴ്ച നഷ്ടപ്പെട്ടതാണ്, പാട കെട്ടിയതുപോലെയാ. മറ്റേ കണ്ണിനാണെങ്കിലോ നല്ല കാഴ്ചശക്തി ഉണ്ടെന്ന് പറയാനും പറ്റത്തില്ല. ഉന്തിയ പല്ലുകൾ, അങ്ങനെ വളരെ വിരൂപമായിട്ടുള്ള രൂപം. അവൾ മനസ്സിൽ ചിന്തിച്ചു, ഇനി ഈ ഒരിക്കലും എൻ്റെ ഈ വിരൂപമായിട്ടുള്ള രൂപം മനുഷ്യരാരും കാണണ്ട, ലോകത്തെ ഞാൻ ഇനി കാണിക്കത്തില്ല എന്ന് അവൾ വിഷമിച്ചു, ഒരുപാട് കരഞ്ഞു, ദൈവത്തോട് ചോദിച്ചു എന്തിനാ എനിക്കിങ്ങനെ ഒരു ജന്മം. അങ്ങനെ കുറേ ഇങ്ങനെ ചോദിച്ചു, കരഞ്ഞു. അതിനുശേഷം അവൾക്ക് തന്നെ അതിനൊരു ഉത്തരം കിട്ടി. ഞാനിവിടെ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഞാനിവിടെ ജനിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തോ അതിനൊരു കാരണമുണ്ട്. ഒരു കാരണവും ഇല്ലാതെ ഞാനിവിടെ സൃഷ്ടിക്കപ്പെടുകയില്ലല്ലോ എന്ന് ഇവൾ സ്വയം മനസ്സിലാക്കാൻ തുടങ്ങി. അതിനുശേഷം ലിസി എന്ന് പറയുന്ന ഈ പെൺകുട്ടി യൂട്യൂബിൽ കൂടെ ആണല്ലോ പഴയ ഒരു വീഡിയോ വന്നത്, സ്വന്തമായിട്ടൊരു ചാനൽ തുടങ്ങി. ആ ചാനലിൽ അവൾ സ്വയം പരിചയപ്പെടുത്തി, അതെ ഞാൻ തന്നെയാണ് ആ വിരൂപയായ പെൺകുട്ടി എന്ന്. ലക്ഷക്കണക്കിന് ആൾക്കാർ അത് കാണുകയുണ്ടായി. അതിനുശേഷം ഒരുപാട് മോട്ടിവേഷണൽ സ്പീക്കൊക്കെ ഈ കുട്ടി ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ
മില്യൺസ് ആൾക്കാർ കാണുന്ന ഒരു യൂട്യൂബ് ചാനലായിട്ട് ഈ ചാനൽ മാറുകയാണ് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം പല പല വേദികളിൽ ഈ കുട്ടി മോട്ടിവേഷണൽ സ്പീക്കറായി പോയി പ്രസംഗിച്ചിട്ടുണ്ട്. അന്ന് മുതൽ ലിസിയുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിച്ചു. അവൾ വളർന്നുകൊണ്ടേയിരുന്നു. അവളുടെ ചാനൽ വഴി ഒരുപാട് മോട്ടിവേഷണൽ സ്പീക്കുകളെല്ലാം നടത്തുകയുണ്ടായി. ഒത്തിരി അധികം ആൾക്കാർ അവളെ സ്നേഹിച്ചു തുടങ്ങി. അവളുടെ സംസാരം കേൾക്കുന്നതിന് വേണ്ടിയിട്ട് അവളുടെ ഒരു പ്ലസ് പോയിന്റ് അവളുടെ ശബ്ദമായിരുന്നു. ആ ശബ്ദം വെച്ച് ഒരുപാട് പേരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ അവൾക്ക് സാധിച്ചു. മാത്രമല്ല ടെഡ് ടോക്ക് എന്ന് പറയുന്ന സ്പീച്ച് മില്യൺസ് ഓഫ് ആൾക്കാർ യൂട്യൂബ് വഴി അല്ലെങ്കിൽ മറ്റ് സോഷ്യൽ മീഡിയ വഴി കാണുകയും ഒരുപാട് അനുമോദനങ്ങൾ ഈ കുട്ടിയെ തേടി വരികയും ചെയ്തു. ഇന്ന് ലോകം അറിയപ്പെടുന്ന ഒരു മോട്ടിവേഷണൽ സ്പീക്കറാണ്. അതുമാത്രമല്ല ഓതറാണ്. പിന്നെ എ ബ്രേവ് ഹേർട്ട് എന്ന് പറയുന്ന ഒരു ഡോക്യുമെൻ്ററി ഈ കുട്ടിയുടെ ജീവചരിത്രം തന്നെ പറയുന്നു. പിന്നെ ലിസി ബ്യൂട്ടിഫുൾ എന്ന് പറയുന്ന ഒരു ജീവചരിത്രം ഈ കുട്ടി ലിസിയുടെ ജീവിതം തന്നെ എഴുതുകയുണ്ടായി. അതുമാത്രമല്ല ബി ബ്യൂട്ടിഫുൾ, ബി യുവർ സെൽഫ് എന്ന് പറയുന്ന പുസ്തകങ്ങളും ഈ കുട്ടി രചിച്ചു. അപ്പോൾ സൗന്ദര്യത്തിന് എന്താണ് പ്രാധാന്യം? വിരൂപയെന്ന് ലോകം കാണാൻ ശ്രമിച്ചപ്പോൾ അതിനെ മാറ്റിമറിച്ച പെൺകുട്ടി, ഏറ്റവും സുന്ദരിയായ മനോഹരിയായ പെൺകുട്ടി, അനേകായിരം വേദികളും മനുഷ്യങ്ങളുടെയും ഹൃദയം കീഴടക്കിയ പെൺകുട്ടി. ഒരിക്കലും ഒരാളെ നിർവചിക്കുന്നത് അവരുടെ സൗന്ദര്യം വെച്ചിട്ടല്ല, അവരുടെ കഴിവുകൾ വെച്ചിട്ടാണ്. ഇപ്പോൾ നമ്മുടെ ഈ ഒരു സിറ്റുവേഷനിൽ തന്നെ ഒരുപാട് കുട്ടികൾ വിഷമിക്കുന്നുണ്ട്. ഇപ്പം എൻ്റെ പല്ല് പൊന്തിയതാണ്, എനിക്ക് കാഴ്ചയില്ലാത്ത കുട്ടിയാണ്, എൻ്റെ മുടി അങ്ങനെ, അല്ലെങ്കിൽ ഞാനിങ്ങനെ മെലിഞ്ഞിട്ട് അല്ലെങ്കിൽ ഒത്തിരി വണ്ണം വെച്ചിട്ട്, അങ്ങനെ ഒരുപാട് പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്ന ആൾക്കാരാണ്. സ്വന്തമായിട്ട് തന്നെ അയ്യേ ഞാൻ കൊള്ളത്തില്ല, എനിക്ക് ഇതിനൊന്നും കഴിവില്ല എന്ന് പറയുന്ന ഒരുപാട് ആൾക്കാർ നമുക്ക് ചുറ്റുമുണ്ട്. എന്നാൽ ലിസി എന്ന് പറയുന്ന ഈ ഒരു വളരെ നല്ലൊരു വ്യക്തിത്വം നമുക്ക് പറഞ്ഞു തരുന്ന ഒരു പാഠമുണ്ട്. ഒരാളുടെ ബ്യൂട്ടിയല്ല അവരുടെ കഴിവുകളെ നിർവചിക്കുന്നത്, അല്ലെങ്കിൽ അവരെന്താണെന്ന് നിർവചിക്കുന്നത്. അത് ഒരിക്കലും ബ്യൂട്ടിയെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന കാര്യം അല്ല. എങ്ങനെ നമ്മളെ മറ്റുള്ളവരുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യുന്നു, നമ്മൾ എത്രത്തോളം മാനസിക ധൈര്യമുള്ളവരാണ്, ഇതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടായി ഒരാളുടെ വാല്യൂ നിശ്ചയിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക്. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ സപ്പോർട്ട് വളരെ കുറവാണ്. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ വീണ്ടും വീഡിയോ ചെയ്യുന്നുള്ളൊരു എൻകറേജ്മെൻറ്റ് ഉണ്ടാകത്തുള്ളൂ. സോ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.